ഹാങ് ഔട്ട് സ്ട്രീറ്റ് ഫുഡ് ഹബ്ബ് തുടങ്ങുന്ന ഒരു ടൈമിൽ അന്ന് ഞാൻ വെന്നിൻ്റെ വൈസ് ചെയർ ആണ്. അതിന് ചിലപ്പോൾ ഞാൻ ഓർക്കും വെന്നിൽ വന്നില്ലായിരുന്നെങ്കിൽ അത്രയും ഒരു ധൈര്യം ഞാൻ കാണിക്കുമോ എന്ന് എനിക്കറിയില്ല. ഇറ്റ്സ് നോട്ട് ലൈക്ക് പേഴ്സണലി എല്ലാവരും വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നല്ല, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറാൻ ഒത്തിരിയേറെ ഈ ഗ്രൂപ്പ് സഹായിച്ചിട്ടുണ്ട്. സിമിലറായിട്ട് എല്ലാവരെയും കാണുമ്പം അറ്റ്ലീസ്റ്റ് ഒരു ലേഡീസിന് ഡ്രീംസിന് ഒരു ലിമിറ്റ് വെക്കേണ്ട കാര്യമില്ല. സ്കൈ ഈസ് ദ ലിമിറ്റ്. നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്ത് നോക്കാം എന്നുള്ളൊരു ധൈര്യം വെന്നിൽ നിന്ന് കിട്ടിയതാണ്. ഹായ് മാം, നിങ്ങളെക്കുറിച്ചൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? I am Chinu Matthew, Managing Director of Hang Out Playworld Park and Hang Out Street Food Hub in Kottayam and Advisory of Women Entrepreneur Network Kottayam Chapter. ഹാങ് ഔട്ട് പ്ലേവേൾഡ് പാർക്ക് എന്ന് പറയുന്നത് ഒരു 12 years വരെയുള്ള പിള്ളേർക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് പാർക്കാണ്. വാട്ടർ പ്ലേ സ്റ്റേഷൻസ്, മൾട്ടിപ്ലേ സ്റ്റേഷൻസ്, വീഡിയോ ഗെയിംസ് എല്ലാം അതിൽ ഇൻക്ലൂഡ് ചെയ്ത് നല്ലൊരു പിള്ളേർക്കും പേരൻസിനും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കൾച്ചറാണ് നമ്മളവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഹാങ് ഔട്ട് സ്ട്രീറ്റ് ഫുഡ് ഹബ്ബ് എന്ന് പറയുന്നത് മോർ ദാൻ 15 കൗണ്ടേഴ്സ് വിത്ത് ഡിഫറെൻറ്റ് കുസൈൻസ്, എല്ലാ വെറൈറ്റീസും അറബിക് എല്ലാ വെറൈറ്റീസുമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു രീതിയാണ്. അതിൻ്റെ ടൈമിംഗ് വരുന്നത് ഈവനിങ് 3 o'clock to നൈറ്റ് 2 o'clock ആണ്. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് നൈറ്റ് ലൈഫ് ഹബ് ഇൻ കോട്ടയം ആൻഡ് ദ ഫസ്റ്റ് വാക്കിംഗ് സ്ട്രീറ്റ് ഫുഡ് ഹബ് in Kerala, the biggest one also in Kerala. Then about when Women Entrepreneur Network, 100+ women entrepreneurs on the Kottayam chapter, അതിനെ ലീഡ് ചെയ്യാൻ പറ്റിയതും അതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റിയതിൽ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. മാമിൻ്റെ ഈ ഒരു സംരംഭക യാത്ര എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? ഇറ്റ്സ് എ ബിറ്റ് ലോങ് സ്റ്റോറി. ഞാൻ 2017 ഹാങ് ഔട്ട് പ്ലേവേൾഡ് എന്ന പാർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനു മുമ്പ് ഒരു 10 years സെൻറ്റ് ജോസഫ് എഞ്ചിനീയറിംഗ് കോളേജിൽ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുമായിരുന്നു. സോ ഒരു 5 years വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പം സംതിങ് ക്രിയേറ്റീവായിട്ട് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് പ്ലേവേൾഡ് പാർക്ക് എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ട് വന്നത്. നിങ്ങളുടെ ആദ്യ സംരംഭമായ ഹാങ് ഔട്ട് പ്ലേവേൾഡിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഞങ്ങളൊരു പ്ലെയിൻ പ്ലോട്ട് ഡെവലപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. അതിൻ്റെ ഒരു മെയിൻ റീസൺ തന്നെ എൻ്റെ മക്കളുടെ ചെറിയ സ്റ്റേജിൽ ഇവിടെ പിള്ളേർക്ക് വേറെ കളിക്കാൻ സ്ഥലങ്ങളില്ല കോട്ടയത്ത്. ഓൾമോസ്റ്റ് ഒരു 15 years ബാക്ക് നമുക്ക് എല്ലാത്തിനും എറണാകുളം പോകണം. എല്ലാ വീക്കെൻഡ്സും ഇങ്ങനെ പിള്ളേരെ കൊണ്ട് പോകുമ്പം നമ്മുടെ മനസ്സിൽ തന്നെ ഒരു വിഷമമാണ്, ഇവിടുത്തെ പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ സ്ഥലങ്ങളില്ലല്ലോ എന്നുള്ളത്. ആ ഒരു തോട്ട് പ്രോസസ്സിൽ നിന്നാണ് തുടങ്ങുന്നത്. അധികം ആരും ചെയ്യാത്തൊരു ഫീൽഡ് ആയതുകൊണ്ട് അത്രയും ഡിഫിക്കൽട്ടീസും അതിനുണ്ടായിരുന്നു. ഇത്രയും പ്ലേ സ്റ്റേഷൻസും എക്യുപ്മെൻറ്റ്സും ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്ത് കറക്റ്റായിട്ട് ലേ ചെയ്ത് പ്രോപ്പർട്ടീസ് മാനേജ് ചെയ്ത് ചെയ്യുന്നത് എനിക്കൊരു ടാസ്ക് തന്നെയായിരുന്നു. പക്ഷേ അതിനോടുള്ളൊരു ഇഷ്ടം കൊണ്ട് നല്ല രീതിയിൽ വാട്ടർ പ്ലേ സ്റ്റേഷൻസ് ഉണ്ട്, നമുക്ക് മൾട്ടിപ്ലേ സ്റ്റേഷൻസ്, വീഡിയോ ഗെയിംസ്, ബഗീസ്, അങ്ങനെ ഒരു വൈഡ് റേഞ്ച്, അതായത് ഒരു 3 to 12 years ഉള്ള പിള്ളേർക്ക് നല്ലൊരു ഈവനിങ് പാർക്കായിട്ട് കളിക്കാൻ പറ്റുന്ന ഫുൾ ഫെസിലിറ്റിയോടെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കോട്ടയത്തെ ആദ്യത്തെ നൈറ്റ് ലൈഫ് ക്ലബ്ബ് ആരംഭിക്കാനുള്ള ധൈര്യം ഉണ്ടല്ലോ, മാമിന് അത് എങ്ങനെയാണ് ലഭിച്ചത്? ഇപ്പോൾ പാർക്ക് തുടങ്ങിയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 9 years ആവുന്നു. ലാസ്റ്റ് 3 year ബാക്കാണ് ഹാങ് ഔട്ട് സ്ട്രീറ്റ് ഫുഡ് ഹബ്ബ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ പിന്നിലെ മെയിൻ ധൈര്യം കസ്റ്റമർ സപ്പോർട്ട് തന്നെയാണ്. കാരണം പാർക്ക് എനിക്ക് നല്ല ഒരു ഹിറ്റായിരുന്നു. ശരിക്കും ഫാമിലീസ് നന്നായി വരുന്നുണ്ടായിരുന്നു. അപ്പം ഒരു 7-8 മണിയാവുമ്പം ഗെയിംസും എല്ലാം കഴിഞ്ഞ് ഇവർ വരുമ്പോൾ അവർക്കൊരു ഫുഡ് ഓപ്ഷൻ എന്നുള്ള രീതിയിലാണ് സ്ട്രീറ്റ് ഫുഡ് ഹബ്ബ് എടുത്തത്. പിന്നെ ഞങ്ങൾ പുറത്ത് നന്നായി കറങ്ങും, ഞാനും ഹസ്ബൻഡും. അപ്പം അതിലെല്ലാം ഇഷ്ടംപോലെ പുറത്ത് കറങ്ങുമ്പോൾ ഇവിടെ ഒരു നൈറ്റ് ലൈഫ് ഇല്ലാത്ത കാര്യങ്ങൾ കൊണ്ടുവരണം എന്നുള്ള നമ്മുടെ ഒരു ആഗ്രഹത്തിൽ നിന്നാണ് ഇതും വന്നത്. അങ്ങനെ അതായത് ഈവനിങ് 3 o'clock to നൈറ്റ് 2 o'clock വരെ നമ്മൾ ഓപ്പൺ ആയിരിക്കും. അങ്ങനെ ഒരു ഫസ്റ്റ് നൈറ്റ് ലൈഫ് ഹബ്ബ് കൊണ്ടുവരുമായിരുന്നു. ഹാങ് ഔട്ട് വെറും ഒരു ഭക്ഷണശാലയോ പാർക്കോ മാത്രമല്ല, അത് ആളുകൾക്ക് നൽകുന്ന പ്രത്യേകതരം ഫീലിംഗ് ആണ്. എങ്ങനെയാണ് മാമിന് അത് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചത്? അതിൻ്റെ ഒരു കൾച്ചർ ആദ്യം തന്നെ നമ്മളങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കുമായിരുന്നു. ടോട്ടലി ആ സ്പേസ് ഒരു ഹാങ് ഔട്ട് എന്നുള്ള ടേമിൽ തന്നെയാണ് ഞങ്ങൾ നിർത്തിയത്. ജസ്റ്റ് വന്ന് ഹാങ്ങിങ് ഔട്ട് എന്നുള്ള ഒരു ഓപ്ഷനാണ് നമുക്കവിടെ ഉള്ളത്. അതിലൂടെ നമുക്ക് പലതും ചെയ്യാം. എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ട്, ഫുഡ്. ഞങ്ങൾക്കൊരു 15 കൗണ്ടേഴ്സോളം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഫുഡ് കൗണ്ടേഴ്സ് എൻജോയ് ചെയ്ത് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്, പിന്നെ കുറേ ഫോട്ടോ പോയിൻറ്റ്സ് ഉണ്ട്. യങ്സ്റ്റേഴ്സിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഈവൻ ഒന്നും മേടിച്ചില്ലെങ്കിലും കറങ്ങി നടന്ന് ഫ്രണ്ട്സുമായിട്ട് വന്ന് നല്ല രീതിയിലൊരു നല്ലൊരു എക്സ്പീരിയൻസ് കൊടുക്കുക, നല്ലൊരു കൾച്ചർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളൊരു മീനിങ്ങിൽ അത് ചെയ്തത്. ഹാങ് ഔട്ട് ഇന്ന് കോട്ടയത്തെ നൈറ്റ് ലൈഫ് ക്ലബ്ബും കേരളത്തിലെ ആദ്യത്തെ ഏറ്റവും വലുതുമായ സ്ട്രീറ്റ് ഫുഡ് ഹബ്ബുമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ നിലയിൽ എത്തിച്ചേരാൻ മാം നേരിട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണ്?
അത് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡും ഞാനും കൂടെ ചെയ്യുന്ന പ്രോജക്ട്സ് ആണിത്. പക്ഷേ പുള്ളി ഒരു 1 മന്ത് ഇവിടെ ഇല്ല. നെക്സ്റ്റ് 1 മന്ത് ഓയിൽ റിഗിൽ വർക്ക് ചെയ്യുവാണ് ഖത്തറിൽ. അപ്പോൾ ആ ഒരു 1 മന്തും നൈറ്റ് ഇതിനെ പ്രോപ്പറായി മാനേജ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു എനിക്ക് ഏറ്റവും വലിയ ചാലഞ്ച്. സത്യത്തിൽ ആദ്യം തൊട്ടേ ഇതിലോട്ട് വരുമ്പോഴും എൻ്റെ വലിയൊരു പേടിയും അതായിരുന്നു. കാരണം നൈറ്റ് ആകുമ്പോൾ നമ്മുടെ കൺട്രോളിൽ നിൽക്കാൻ ചാൻസ് കുറവാണ്. ആളുകൾ നന്നായി സപ്പോർട്ട് ചെയ്തു. പക്ഷേ നൈറ്റ് ടൈമിൽ അതിൻ്റെ ചാലഞ്ചസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുൾ ക്യാമറാസ് സെറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ പോലീസിനെ വിളിച്ച് അങ്ങനെയൊക്കെയായിരുന്നു തുടക്കത്തിൽ. പക്ഷേ ഇപ്പം ആൾക്കാർക്ക് മനസ്സിലായി ഇത് ഒരു ഫാമിലി കൾച്ചറിലാണ് പോകുന്നത്. പിന്നെ ഒരു ലേഡി ലീഡ് ചെയ്യുന്നതുകൊണ്ട് എന്തോ വലിയ പ്രശ്നങ്ങൾ ഇതുവരെയും ദൈവം സഹായിച്ചില്ല. കുഴപ്പമില്ല, ഞങ്ങൾക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഹാങ് ഔട്ടിനെ കുറിച്ച് മാമിൻ്റെ ഭാവി കാഴ്ചപ്പാട് എന്താണ്? ഇപ്പം പ്ലേവേൾഡ് പാർക്കുണ്ട്, ഹാങ് ഔട്ട് സ്ട്രീറ്റ് ഫുഡ് ഹബ്ബുണ്ട്. നിയർലി ടു ഒരു 20 കൗണ്ടേഴ്സ് സ്ട്രീറ്റ് ഫുഡ് ഹബ്ബിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നു. മെയിൻ ഞങ്ങളുടെ കൂടെ ഇപ്പോൾ ബ്രാൻഡ്സ് അൽത്താസ, പെരി, സൈൻ ലബാൻ, അങ്ങനെ സ്മോക്കി നൈറ്റ്സ്, ടെക്സ്മെക്സ്, അങ്ങനെ മെയിൻ ബ്രാൻഡ്സ് ഒക്കെ നമ്മുടെ കൂടെ ഉണ്ട്. ചെറിയ ചെറിയ ബ്രാൻഡ്സും മെയിൻ ബ്രാൻഡ്സും എല്ലാം സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതൊരു വലിയ സ്ട്രീറ്റ് ഫുഡ് കൾച്ചർ കൊണ്ടുവരികയും പ്ലസ് ഞങ്ങൾക്കൊരു ബിൽഡിംഗ് ഉണ്ട്. അതിലോട്ടൂടെ ആഡ് ഓൺ ആയിട്ട് യങ്സ്റ്റേഴ്സിനൂടെ പറ്റുന്ന കാര്യങ്ങളൂടെ ചെയ്യണം. അതായത് ഇപ്പോൾ ഇത് 12 ഇയേഴ്സ് വരെയുള്ള പിള്ളേർക്ക് പറ്റുന്ന ഗെയിംസാണ് ചെയ്തിരിക്കുന്നത്. യങ്സ്റ്റേഴ്സിനൂടെ ലൈവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഗെയിംസും ഞങ്ങളുടെ പ്ലാനിലുണ്ട്. മാം എങ്ങനെയാണ് വെന്നുമായി ബന്ധപ്പെടുന്നത്? വെന്ന് അതൊരു അടുത്തൊരു സ്റ്റോറി തന്നെയാണ്. ഒരു 2022 വെന്നിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഫോം ചെയ്തു. അപ്പോൾ അതിൻ്റെ അകത്തൊരു പാട്ടായിരുന്നു. പിന്നെ അതിനെ ഒന്ന് ഫോം ചെയ്ത് വെന്നിൻ്റെ കോട്ടയം ചാപ്റ്റർ ആക്കാം എന്നുള്ളൊരു പോയിന്റിൽ ഞങ്ങളുടെ മെൻറ്റർ ആശേച്ചി എന്നെ വിളിച്ച് വെന്നിൻ്റെ വൈസ് ചെയർ ആകാമോ എന്ന് ചോദിച്ചു. ആക്ച്വലി ഇതൊരു വുമൺ ഗ്രൂപ്പാണ്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഗ്രൂപ്പുമായിട്ട് വർക്ക് ചെയ്യാനും. അത് നമുക്കും ഇൻസ്പയറിംഗ് ആണ്, അവർക്കും ഇൻസ്പയറിംഗ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു പോയിന്റിൽ ഞാൻ ആ ചാലഞ്ച് ഏറ്റെടുത്തു. അങ്ങനെ 2 ഇയേഴ്സ് വൈസ് ചെയർ ആയിട്ട് വർക്ക് ചെയ്തു. അങ്ങനെ മുന്നോട്ട് പോകുമായിരുന്നു. വെന്നിൽ മാമിനുണ്ടായ സ്വാധീനം എന്താണ്? കൂടാതെ എന്തൊക്കെ പദവികളാണ് വഹിക്കാൻ സാധിച്ചത്? ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ വലിയൊരു ഇമ്പാക്റ്റ് തന്നിട്ടുള്ള സംഭവം തന്നെയാണ് വെൻ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഹാങ് ഔട്ട് സ്ട്രീറ്റ് ഫുഡ് ഹബ്ബ് തുടങ്ങുന്ന ഒരു ടൈമിൽ അന്ന് ഞാൻ വെന്നിൻ്റെ വൈസ് ചെയർ ആണ്. അതിന് ചിലപ്പോൾ ഞാൻ ഓർക്കും വെന്നിൽ വന്നില്ലായിരുന്നെങ്കിൽ അത്രയും ഒരു ധൈര്യം ഞാൻ കാണിക്കുമോ എന്ന് എനിക്കറിയില്ല. ഇറ്റ്സ് നോട്ട് ലൈക്ക് പേഴ്സണലി എല്ലാവരും വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നല്ല, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറാൻ ഒത്തിരിയേറെ ഈ ഗ്രൂപ്പ് സഹായിച്ചിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ എറണാകുളം പോകുമ്പോൾ നമ്മളവിടെ ഷീല മാമിനെയാണ് കാണുന്നത്. ഇത് ഈ ഏജിലും ഇത്ര നന്നായി പ്രസരിപ്പോടെ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു മോട്ടിവേഷനാണ്. സിമിലറായിട്ട് എല്ലാവരെയും കാണുമ്പം അറ്റ്ലീസ്റ്റ് ഒരു ലേഡീസിന് ഡ്രീംസിന് ഒരു ലിമിറ്റ് വെക്കേണ്ട കാര്യമില്ല. സ്കൈ ഈസ് ദ ലിമിറ്റ്. നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്ത് നോക്കാം എന്നുള്ളൊരു ധൈര്യം വെന്നിൽ നിന്ന് കിട്ടിയതാണ്. വെന്നിലെ പൊസിഷൻസ് ഞാൻ വൈസ് ചെയർ ആയിരുന്നു, പിന്നെ നെക്സ്റ്റ് ഇയർ ചെയർ പോയിന്റിലായിരുന്നു. ഇപ്പോൾ അവർ അഡ്വൈസറി ഓഫ് വെന്നായിട്ട് ഇരിക്കുന്നു. മാമിന് ധാരാളം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ടല്ലോ, ഏതൊക്കെയാണവ? ഇൻ 2026 മെയിനായിട്ട് 2 അവാർഡ്സാണ് കിട്ടിയത്. ഡൈനാമിക് ഓണ്ടർപ്രണർ അവാർഡ്, പവർ ബ്രാൻഡ് ആൻഡ് ചേഞ്ച് മേക്കർ എന്നുള്ളൊരു ടൈറ്റിലാണ് വന്നത് MSME കോൺക്ലേവിൻ്റെ. പിന്നെ ബെസ്റ്റ് വുമൺ ഓണ്ടർപ്രണർ അവാർഡ് ഇൻ കോട്ടയം, അതും ഈ 2026 കിട്ടിയതാണ്. പിന്നെ അതിന് പഴയതായിട്ട് പെൺ മികവ്, വുമൺ എക്സലൻസ് അവാർഡ്, മഹിളാ രത്ന അവാർഡ്, അങ്ങനെ കുറേ അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകളോട് മാമിന് എന്താണ് പറയാനുള്ളത്? ആക്ച്വലി നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല എക്സാമ്പിൾ ഒരു കൊണ്ടുവരണം എന്ന് തന്നെ ആഗ്രഹിച്ചാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ ഫീൽഡ് എടുക്കുകയാണെങ്കിൽ എനിക്ക് ആ ടൈമിൽ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാവുന്നത് ഒരു ഡ്രസ് ബ്രാൻഡായിരുന്നു, അല്ലെങ്കിൽ ഒരു ആക്സസറീസ് ടൈപ്പ്. ഇതൊന്നും നല്ലതല്ലെന്നല്ല, ഇതെല്ലാം നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇല്ലാത്തൊരു കാര്യം പുതിയതായി ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമുക്ക് വരുന്നൊരു റിസ്ക്, അങ്ങനെയൊന്നും ലേഡീസ് എൻ്റെ അറിവിൽ പോലും ആരും ചെയ്യാറില്ല. അപ്പം അങ്ങനെയല്ല, നമ്മൾ ഇറങ്ങി നിന്നാലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സ്ട്രഗിൾസ് ഉണ്ട്, അത് നമ്മൾ ഫേസ് ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ ആ ഒരു കറേജ് നമുക്ക് കിട്ടും. നല്ല നല്ല ഗ്രൂപ്പ്സും നല്ല കോണ്ടാക്ട്സും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പം മനസ്സിൽ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ആരും ഒന്നും മാറ്റി വെക്കരുത്, അതിനായിട്ട് ഇറങ്ങണം. പിന്നെ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇരിക്കാൻ എല്ലാ ലേഡീസ് നോക്കണം. ഈവൺ ഒരു ഹോം മേക്കർ ആണെങ്കിൽ പോലും എല്ലാ രീതിയിലും ഒരു പഠിത്തം കഴിഞ്ഞു കഴിഞ്ഞാൽ എവരി വൺ ഷുഡ് ബി ഇൻഡിപെൻഡൻറ്റ്. ആൻഡ് ആ ഇൻഡിപെൻഡൻസ് നമുക്ക് കിട്ടുന്നത് ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ കൂടെ മാത്രമാണ്. അതിപ്പോൾ എത്ര വെൽത്തി ഫാമിലി ആണെങ്കിലും യു ഷുഡ് ബി ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ്. ആ ഒരു മെസ്സേജാണ് എനിക്ക് തരാനുള്ളത്.